ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നമ്മുടെ സഭയുടെ മധ്യത്തിൽ പ്രിയപ്പെട്ട ഗീത സിസ്റ്ററിനെ കർത്താവ് ഒരു സാക്ഷ്യമായി ഒരുക്കിയ വിധങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തിൻ്റെ സന്നിധി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളിൽ ആമേൻ തൻ്റെ ശരീരത്തിൽ 6 മാസത്തോളം ആമേൻ എന്തെന്നറിയാത്ത ഒരു പ്രതികൂലം, ഒരു പൊള്ളൽ പോലെ ആമേൻ തൻ്റെ ശരീരത്തിൽ അനുഭവിക്കാനിടയായി. പക്ഷേ അനേക ആശുപത്രികൾ കയറി ഇറങ്ങി, എന്നാലും ആമേൻ ഒരു രോഗസൗഖ്യം തനിക്ക് ആമേൻ ഒരിടത്തും ലഭിച്ചില്ല. പല മരുന്നുകൾ കഴിച്ചിട്ട് തനിക്ക് ലഭിക്കാത്ത രോഗസൗഖ്യം കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സഭയിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ കർത്തദാസൻ ചില കാര്യങ്ങൾ പറയാനിടയായി. അതിനോടനുബന്ധിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുവാനിടയായി. ആ തീരുമാനം എടുത്തപ്പോൾ തന്നെ കർത്താവ് തൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുത്തപ്പോൾ കർത്താവായ ദൈവം തൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ പ്രവർത്തിച്ചു. ആ അത്ഭുതത്തെ നമുക്കിപ്പോൾ കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഭാമധ്യയിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കുക. വലിയവനായ ദൈവം എന്നെ സഹായിച്ച വലിയ കൃപയ്ക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരു 6 മാസക്കാലമായി എൻ്റെ ശരീരത്തിൽ പലപ്പോഴും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. നേരം ആകുമ്പോഴത്തേക്ക് എൻ്റെ മുഖത്തും ശരീരത്തിൻ്റെ കുറുക്കിലൊക്കെ ഒരു പൊള്ളൽ പോലെയല്ല, ഒരു മരുന്ന് കഴിച്ചിട്ട് ഇൻഫെക്ഷൻ വരുന്നത് പോലെയുള്ള പൊങ്ങി ശരീരം മൊത്തം ഒരു വികൃത രൂപമായി കണ്ണും മുഖവും ഒക്കെ കാണാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഞാൻ ഭാരപ്പെടുകയായിരുന്നു. പലപ്പോഴും രാവിലെ ആകുമ്പോഴത്തേക്ക് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാതെയും ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം ഭയങ്കരമായ വേദനയായിട്ടൊക്കെ ഞാൻ ഭാരപ്പെട്ടു. ദേവദാസനെ വിളിച്ച് പ്രാർത്ഥിക്കും. രാവിലെ ആകുമ്പോൾ എനിക്ക് ഓഫീസിൽ വരാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. പലപ്പോഴും എൻ്റെ മുഖം ഒരു വികൃതമായ രൂപത്തിൽ കാണുമായിരുന്നു. എൻ്റെ ഇളയ മകനുമായിട്ട് ഞാൻ രാവിലെ വിളിച്ച് പറയും, സാർ എനിക്കിങ്ങനെ ഒട്ടുമേ വയ്യ, എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണെന്നൊക്കെ ഞാൻ സാർ വിളിച്ച് പറയും. രാവിലെ ആകുമ്പോൾ തന്നെ വെളുപ്പം രാവിലെ എണീറ്റ് മെഡിക്കൽ കോളേജിൽ വന്ന് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് പല പ്രാവശ്യവും പോകുമ്പോൾ പറയും, ഈ ആഴ്ച പോയി അടുത്ത ആഴ്ച മരുന്ന് കഴിച്ചിട്ട് വരണമെന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടർ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഏതെങ്കിലും മത്സ്യത്തിൽ നിന്നാണോ ഇത് വരുന്നത്, അല്ലോ അതെങ്കിൽ വസ്ത്രത്തിൽ നിന്നാണോ എന്തെങ്കിലും ആണോ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നിട്ട് എനിക്കത് എന്തിൽ നിന്നാണ് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയാൻ. എപ്പോഴും ഓഫീസിൽ ഇരിക്കുമ്പോൾ ചില സമയത്ത് പെട്ടെന്ന് വരുമ്പോൾ മാഡം ചോദിക്കും, എന്തൊക്കെ ഇത് ഇങ്ങനെ നിനക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ നിനക്ക് എങ്ങനെ ഇത് സംഭവിച്ചപ്പോൾ എപ്പോഴും എന്നോട് അവർ പറയുമായിരുന്നു. എങ്കിലും എൻ്റെ ദൈവത്തോട് ഞാൻ പലപ്പോഴും ആരുമേ കേൾക്കാതെയും ദൈവത്തോട് ഞാൻ നിലവിളിക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും ദൈവസന്നിധിയിലിരുന്ന്, കർത്താവെ ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ട് പോലും മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ഇരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എൻ്റെ മുഖത്ത് വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. പക്ഷേ ദൈവം മനുഷ്യരെ മുന്നിൽ കണ്ടില്ലെങ്കിലും ദൈവം എന്നെ കാണുകയും ദൈവം എന്നെ അറിയുകയുമായിരുന്നു. കർത്താവെ ഇത് പൂർണ്ണമായി ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന ഇവിടെ സാറ് പറഞ്ഞു, നീ ഒരു വെള്ളം വയ്ക്കണം എല്ലാം പ്രാർത്ഥിച്ച് ഞാൻ വന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ഞാൻ മനസ്സിൽ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ തീരുമാനം മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ ഇനി പൂർണ്ണമായി എൻ്റെ ശരീരത്തിൽ അത് കാണാതിരിക്കണം. ഞാൻ ദൈവസന്നിധിയിൽ ലോകത്തെ അറിയുന്ന ഒരു സാക്ഷിയായി ഞാൻ നിന്നുകൊള്ളാമെന്ന് ഞാൻ ദൈവത്തോട് ഒരു തീരുമാനം ഞാൻ എടുത്തു. ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനം, ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ അതൊക്കെയാണ് ഞാൻ പറഞ്ഞതെങ്കിലും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇപ്പോൾ ഞാൻ മരുന്ന് കഴിക്കുന്നതേ ഇല്ല. ഞാൻ ഒരു മരുന്ന് ഒരുപാട് മരുന്ന് എഴുതി തന്നു. എന്നിട്ട് അടുത്ത മാസം ഈ മാസം 5-ാം തീയതി എനിക്ക് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകാൻ ഞാൻ പോയതുമില്ല. പക്ഷേ എൻ്റെ ശരീരത്തിൽ അത് ഇതുവരെ വന്നതുമില്ല. കർത്താവായ ദേവദാസൻ്റെ പ്രാർത്ഥനയും ദേവദാസൻ്റെ കുടുംബവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമക്കളും എല്ലാവരും പ്രാർത്ഥിച്ച് അറിയുന്നവർക്ക് എല്ലാവരും പല രീതിയിലുള്ള രോഗങ്ങളാണ്, ഇത് വേറെ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണെന്നൊക്കെ എൻ്റെ കൂടെ പറഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ ഒരിക്കലും മനുഷ്യൻ്റെ മുന്നിൽ ഒരു നിന്ദയായി നിൽക്കുവാൻ എന്നെ ഇടവരുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് പൂർണ്ണമായ സൗഖ്യം തന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ 2 മാസമായി ഇല്ലാത്തൊരവസ്ഥയിലുള്ള പെട്ടെന്നൊരു ബ്ലീഡിങ് വന്നു. എനിക്ക് കിടന്നിട്ട് ഒരു 2 മണിയൊക്കെ ആയ സമയത്ത് പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ എനിക്ക് എണീക്കാൻ പറ്റാത്തൊരു ഭാരവും ഭയങ്കരമായ ബ്ലീഡിങ് പ്രശ്നമായി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുണ്ടായിരുന്നെങ്കിലും ശക്തമായ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആയിട്ട് അതെൻ്റെ ശരീരത്തിൽ നിന്ന് മാറിയിരിക്കുകയായിരുന്നു. ശത്രു വീണ്ടും എന്നെ ഒരു പ്രതികൂലത്തിൽ കൊണ്ട് തള്ളിയിട്ടെങ്കിൽ ഞാൻ അവിടെ പ്രാർത്ഥിക്കുകയും ദേവദാസനോട് വിളിച്ചു പറഞ്ഞ്, സാർ എനിക്കിങ്ങനെയാണ്, ദേവദാസന് ശക്തമായ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറഞ്ഞ് ഞാൻ അതെടുത്ത് കരഞ്ഞ് കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് എനിക്ക് നിൽക്കാൻ പോലും വയ്യ. എൻ്റെ വീട്ടിൽ മരുമകളിൽ ആരുമില്ല എന്നെ സഹായിക്കാൻ. പക്ഷേ ആൺമക്കൾ മാത്രമേ ഉണ്ട്. എങ്കിലും ദൈവം എന്നെ താങ്ങി. ബാത്റൂമിൽ പോലും പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാലും ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവെ ഓരോ രീതിയിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നീ എൻ്റെ ശരീരത്തിൽ ക്ഷീണിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ദൈവമേ എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കുറവുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ ദൈവം എൻ്റെ
പ്രാർത്ഥനയും കണ്ണുനീരും കേൾക്കുന്നു. പൂർണ്ണമായി ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ആ പാട് വരികയോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ മരുന്നും കഴിക്കുന്നില്ല. ഇനി ഒരിക്കലും അത് മരുന്ന് കഴിക്കാനോ ഒരു ഡോക്ടറെ കാണുവാനോ ഇടവരുത്താതെ ദൈവം ഇത്രത്തോളം എനിക്ക് സൗഖ്യം തന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ദൈവദാസനെയും കുടുംബത്തിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി നിന്നിട്ടുണ്ട്. ആമേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവം അമ്മ കഴിഞ്ഞ നാളുകളിൽ അമ്മ 2 ഭാരത്താൽ പെട്ടെന്ന് വന്ന പ്രതികൂലവും അമ്മൻ 6 മാസത്തോളം തന്നെ അലട്ടിയ ആ വിഷയത്തെ മധ്യത്തിൽ അമ്മ പലപ്പോഴും ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിക്കുക അമ്മ, എന്നിട്ട് പോലും അമ്മ തന്നെ അലട്ടിയ ആ പ്രതികൂലത്തെ ആമ വല്ലാതെ അലട്ടിയ ആ പ്രതികൂലം ആർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ആ രോഗത്തെ എൻ്റെ ദൈവം സൗഖ്യമാക്കി. ആമേ. ഹല്ലേലൂയ. അവൻ മനുഷ്യനാൽ അസാധ്യമായത് എൻ്റെ ദൈവത്താൽ സകലത് സാധ്യം. വിശ്വാസത്തോടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നു. ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു. വചനത്തിൽ വിശ്വസിച്ചു. ദൈവം പ്രവർത്തിച്ചു. ആമേ. ഹല്ലേലൂയ. അത്ഭുതം ചെയ്ത ദൈവത്തിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേ. ഈ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുമാറാകട്ടെ. അടഞ്ഞിരിക്കുന്ന വഴികളെ തുറക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. എൻ്റെ ദൈവം ഇന്ന് ജീവിക്കുന്നു. ദൈവം നിങ്ങളെ സമത്സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേ.